ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി. പ്രവീൺ, ഘോഷയാത്ര ആരംഭിക്കുകയാണ്, വിവരങ്ങൾ എങ്ങനെയാണ്? തങ്കയങ്കി രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ പുറപ്പെടുകയാണ്. ഇപ്പോൾ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഈ തങ്കയങ്കി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിലാണ് രഥം തയ്യാറാക്കിയിരിക്കുന്നത്. അത് ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള രഥമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വൻ സുരക്ഷാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് അല്പസമയത്തിനകം ഈ തങ്കയങ്കി രഥഘോഷയാത്ര പുറപ്പെടുന്നു. ഡിസംബർ 27-നാണ് രാവിലെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ഈ വർഷത്തെ മണ്ഡലപൂജ. വലിയ ഭക്തജന തിരക്കാണ് ശബരിമല ക്ഷേത്രത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇപ്പോൾ തങ്കയങ്കി രഥഘോഷയാത്രയ്ക്ക് അനുഭവപ്പെടുന്ന. തങ്കയങ്കി ദർശനത്തിനായി പുലർച്ചെ 4 മണി മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ആറന്മുള ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തങ്കയങ്കി അത് കാണുന്നതിനായി, അത് പ്രാർത്ഥിക്കുന്നതിനായിട്ടൊക്കെ ധാരാളം ഭക്തജനങ്ങളാണ് ഇപ്പോൾ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ 1973-ലാണ് ഈ തങ്കയങ്കി സമർപ്പിച്ചത്. 420 പവൻ തൂക്കമുള്ളതാണ് തങ്കയങ്കി. മണ്ഡലപൂജയ്ക്ക് തങ്കയങ്കി വിഗ്രഹത്തിൽ ചാർത്തിയായിരിക്കും ശബരിമല തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. 26-ന് വൈകിട്ടാണ് സന്നിധാനത്ത് എത്തിച്ചേരുക. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.